കളിച്ച 6 മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്കുള്ള മത്സരത്തിന് ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും ഇന്ന് വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ പാകിസ്ഥാനുമായി കളിച്ച 2 മത്സരങ്ങളിൽ ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന് ജയിക്കുന്നു, രണ്ടാമത്തെ മത്സരത്തിൽ 6 വിക്കറ്റിന്. അങ്ങനെ ആധികാരികമായി പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട്. ഒപ്പം തന്നെ കണക്കിലെ കളിയിലും ഇന്ത്യക്ക് വലിയ മേധാവിത്വമുണ്ട്. അങ്ങനെ അനായാസമായ ഒരു വിജയം തന്നെ നേടാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ശക്തരായ ഒരു എതിരാളിയായി കൂടി പാകിസ്ഥാനെ കാണുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളില്ല. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഏറെക്കുറെ സന്തുലിതമായ ടീമാണ് ഇന്ത്യയുടേത്. വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ജസ്പ്രീത് ബുംറ തിരിച്ചെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഹർഷ്ദീപ് സിംഗിനെ ആ പ്ലേസിലേക്ക് കൊണ്ടുവരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ ടോസ് ആർക്കാകും എന്നുകൂടി നമുക്കറിയാം. സോണൽ കൃഷ്ണ കൂടിയുണ്ട് എൻ്റെ കൂടെ. സോണൽ, ഒരു വിന്നിംഗ് 11-ൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരീക്ഷണത്തിന് ടീം മാനേജ്മെൻറ്റ് മുതിരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത്തരത്തിലൊരു സാധ്യതയുമില്ല. കാരണം ഹർദിക്ക് തിരിച്ചു വരും എന്ന് കോച്ച് പറഞ്ഞിട്ടുണ്ട്. ചെറിയ പരിക്കേറ്റ അഭിഷേകുണ്ട്. അഭിഷേകിൻ്റെ കാര്യത്തിലായിരുന്നു വലിയ ആശങ്ക ആരാധകരെ സംബന്ധിച്ചൊക്കെ. പക്ഷെ അതൊക്കെ പാടെ മാറ്റിവെച്ച് അഭിഷേകും ബുംറയും ഹർദിക്കും ഈ ടീമിലുണ്ടാവും, 11-ൽ എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഇനി മിനിറ്റുകൾ മാത്രമാണ് ആ ലൈനപ്പിനൊക്കെ തന്നെ ഉള്ളത്. എന്തായാലും ടോസ് കഴിഞ്ഞാലേ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ അടുത്ത ടോസ് ഏതെങ്കിലും രീതിയിൽ നിർണായകമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ടോസിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആ ദുബായിലെ പിച്ചിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണയൊക്കെ ടോസ് നേടുന്ന ആളുകൾ ആദ്യം ചൂസ് ചെയ്യുന്നത് ബൗളിംഗ് ആണ്. കാരണം ബൗളിങ്ങിന് ഏകദേശം ഫേവർ ആയിട്ടുള്ള പിച്ചാണ്. സ്പിന്നേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവുന്ന പിച്ചാണ്. ഏറ്റവും കൂടുതൽ തിളങ്ങിയ കുൽദീപ് യാദവ് മികച്ച രീതിയിൽ പന്തെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യ 2 മത്സരങ്ങളിൽ അദ്ദേഹമായിരുന്നു കളിയിലെ താരം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതാണ്, സ്പിന്നർമാർക്ക് ഏറ്റവും ഫേവർ ആയിട്ടുള്ള പിച്ച് വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇനി നടക്കാൻ പോകുന്ന കലാശ പോരാട്ടം അത് എത്രത്തോളം നമുക്ക് ഫേവറായിട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ഏറ്റവും 100% നമുക്ക് പറയാം. ആദ്യ നിര നമുക്കറിയാം, ഓപ്പണേഴ്സ് മുതൽ ഏകദേശം ഒരു 7 വിക്കറ്റ് പോകുന്നത് വരെ കിടിലൻ ബാറ്റേഴ്സാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അതൊക്കെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസൺ എവിടെ ആയിരിക്കും, സഞ്ജുവിൻ്റെ സ്ഥാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 31 റൺസ് കൂടി നേടാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2020 ക്രിക്കറ്റിൽ, അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 1000 റൺസ് എന്ന നേട്ടം കൂടി സ്വന്തമാക്കാൻ കഴിയും. അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നിർണായക ഘട്ടത്തിൽ സഞ്ജുവിനെ ഉറ്റുനോക്കുന്നുണ്ട്. സഞ്ജുവിന് കിട്ടുന്ന പൊസിഷൻ എന്തായിരിക്കും എന്നൊക്കെ ഉറ്റുനോക്കണം. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ അപരാജിത കുതിപ്പാണ്, മികച്ച പ്രകടനമാണ്. നമുക്ക് എടുത്തു പറയാൻ നമ്മുടെ ഓരോ താരങ്ങളുടെയും പ്രകടനം ഉണ്ടായി. കഴിഞ്ഞ ടൂർണമെന്റിൽ അഭിഷേക് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഓരോരുത്തരുടെ പേര് ഞാൻ പറയണം, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷേ സമ്മർദ്ദം അത്രമേൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു മത്സരം കൂടിയാണ് നടക്കാൻ പോകുന്നത് നിമിഷങ്ങൾക്കപ്പുറത്തേക്ക്. അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ താരങ്ങളെ സ്വാധീനിക്കുമോ? അക്ഷയ, ഈ ടൂർണമെൻറ്റിലുടനീളം ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ അത് കളത്തിന് പുറത്തും വലിയ ചർച്ചാ വിഷയമായിരുന്നു താരങ്ങളുടെ നിലപാടുകളടക്കം. പ്രത്യേകിച്ച് ടോസ് ഇടുമ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഹസ്തദാനം ചെയ്യുന്നത് ക്യാപ്റ്റന്മാർ ഒഴിവാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ട്രോഫി നൽകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതായത് ട്രോഫി പ്രകാശനം ചെയ്യുന്ന ചടങ്ങ്. ആ ചടങ്ങിൽ നിന്ന് ഫോട്ടോഷൂട്ടിൽ നിന്നും 2 ക്യാപ്റ്റന്മാരും വിട്ടുനിൽക്കുന്നതായിരുന്നു കാഴ്ച. ആ രീതിയിലൊക്കെ കളത്തിന് പുറത്തേക്കും വലിയ ചർച്ചയായി ഇന്ത്യ പാക് പോരാട്ടങ്ങൾ ഇത്തവണയും മാറിയിട്ടുണ്ടായിരുന്നു. ടീമിനെ സംബന്ധിച്ചിടത്തോളം, കളിയെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ ടൂർണമെൻറ്റിലുടനീളം ഹോട്ട് ഫേവറേറ്റുകളായിരുന്നു ഇന്ത്യ. ഒരു മത്സരത്തിൽ പോലും ശ്രീലങ്കയ്ക്കെതിരായ സൂപ്പർ 4-ലെ അവസാന മത്സരം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാ മത്സരങ്ങളിലും തന്നെ ആധികാരികമായിരുന്നു ഇന്ത്യയുടെ പ്രകടനം. കാര്യമായ രീതിയിൽ ബാറ്റിംഗ് നിരയോ ബൗളിംഗ് നിരയോ പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നില്ല. നേരത്തെ സോണൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 8-ാം നമ്പറോളം തന്നെ ബാറ്റർമാർക്ക് നമുക്ക് സോണലിലേക്ക് പോകാം. രജന സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും ആധികാരികമായിട്ടുള്ള വിജയക്കുതിപ്പുമായിട്ടാണ് ഇന്ത്യ ഈ ഫൈനൽ ഫൈറ്റ് വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ വിജയം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.